95 എന്ന വർഷം സിനിമയിൽ അഭിനയിച്ച് തുടങ്ങി അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട് 96 എന്ന വർഷമായി കഴിഞ്ഞപ്പോൾ കൂടുതൽ നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റി. പറഞ്ഞു വരുന്നത് നടൻ ബിജു മേനോനെ കുറിച്ചാണ്. അപ്പൊ ബിജു മേനോന്റെ 95 എന്ന വർഷത്തെ സിനിമകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇന്ന് 96 എന്ന വർഷം ബിജു മേനോൻ അഭിനയിച്ച സിനിമകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നയൻറ്റി സിക്സ് തുടക്കം തന്നെ ആ ഒരു ജനുവരി മാസം തന്നെ റിലീസായ 2 സിനിമകളുണ്ട്. അതിലൊന്ന് സത്യഭാമിക്കൊരു പ്രേമലേഖനം. രാജസേനൻ എന്ന ഹിറ്റ് ഡയറക്ടർ ജയറാമിനെ വെച്ചാണ് തുടർച്ചയായി സിനിമകൾ ചെയ്തിരുന്നത്. കടിഞ്ഞൂൽ കല്യാണം മുതൽ ജയറാമിനെ വെച്ച് തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് വാർദ്ധക്യ പുരാണം എന്ന സിനിമ 94 മനോജ് കെ ജനെ വെച്ച് ചെയ്തു. അത് ജയറാമിന്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 95 കുറെ ഹിറ്റ് സിനിമകളൊക്കെ ചെയ്ത് ആദ്യത്തെ കൺമണി എന്ന സിനിമയിലാണ് 95 ജയറാമിന്റെ ഒപ്പം നല്ലൊരു റോൾ, ഈക്വൽ ഇമ്പോർട്ടൻസിലുള്ള റോള് ബിജുമൻ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം എന്ന സിനിമ, അത് അന്ന് ഒരു പക്ഷേ ജയറാമിന്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആ ഒരു സിനിമയിൽ ബിജുമൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്നത് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം തന്നെയാണ്. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്ററിൽ വിജയമല്ലായിരുന്നു. ഞാൻ ആ സിനിമ ആദ്യത്തെ ദിവസം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ കാരണം കൃത്യമായിട്ടൊരു ഓർമ്മ, അന്ന് പുതുക്കോട്ടയിലെ പുതുമണവാളൻ സിനിമ ഇറങ്ങി. ആ സിനിമ കാണാനാണ് പോകുന്നത്. പക്ഷെ തൃശ്ശൂർ ആകം തിയേറ്ററിൽ ആ സിനിമ മാറി. പകരം ഈ സിനിമ ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്ററിലും വലിയ ഒരു ആളുകൾ താല്പര്യം, അവിടെ എവിടെയൊക്കെ കുറച്ച് ചിരി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ബിജുമന്റെ കോമഡി ചെയ്യാൻ അന്ന് ഒരുപാട് സിനിമകൾ ബിജുമനെ കോമഡി ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അധികം ശ്രമങ്ങൾ നടത്തിയിട്ടുമില്ല. പക്ഷെ അതേ ബിജുമനാണ് പിന്നീട് അടിപൊളിയായിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചാന്ദിനി നായികയായിട്ട് വരുന്നു. നല്ല രസമുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ആ സിനിമയിൽ, കുറെ രസമുള്ള സീൻസ് ഉണ്ട്. ഇന്ദ്രൻസിന്റെ ഒക്കെ കുറെ കയ്യടി കിട്ടി കുറെ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ബിജുമൻ നായകനായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു ആദ്യമായിട്ട്. സിനിമ അങ്ങ് വിചാരിച്ച പോലെ തിയേറ്ററിൽ ബോക്സ് ഓഫീസിൽ ഏറ്റില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റൊരു സിനിമയും തിയേറ്ററിൽ ഇറങ്ങി, അഴകിയ രാവണൻ. കമൽ എന്ന ഡയറക്ടർ മമ്മൂട്ടിയെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിനിമ. മമ്മൂട്ടിയെ വെച്ചിട്ട് മഴയത്തു മുമ്പ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു 95 ശ്രീനിവാസന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മികച്ച തിരക്കഥയ്ക്ക്. അത് കഴിഞ്ഞ് ഇവർ ചെയ്ത സിനിമയാണ് ഈ പറയുന്ന അഴകിയ രാവണൻ. അതിൽ ബിജു മേനോൻ ഒരു തുടക്കക്കാരെന്ന രീതിയിൽ ബിജു മേനോന് കിട്ടിയ അതിഗംഭീരമായിട്ടുള്ള റോള് തന്നെയാണ്. അതൊക്കെ ഭാനുപ്രിയയുടെ ഒപ്പമാണ് അതിൽ ബിജു മേനോൻ. നമുക്കറിയാം ഭാനുപ്രിയയുടെ ഒരു കാമുകൻ എന്നുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ്, ശക്തമായിട്ടുള്ള ക്യാരക്ടറാണ്, കുറച്ച് നെഗറ്റീവ് ഒക്കെയാണ്. പക്ഷെ എന്തായാലും കമലിന്റെ സിനിമകൾ, പിന്നീട് ഒരുപാട് സിനിമകൾ ബിജു മേനോൻ കമലിന്റെ സിനിമകളിൽ ഭാഗം പറ്റുന്നത് അതിന്റെ ഒരു തുടക്കം തന്നെയായിരുന്നു അഴകിയ രാവണൻ. പിന്നെ ബിജു മേനോൻ ഒരു ക്യാരക്ടർ റോള് ചെയ്ത ഒരു സിനിമ അതായിരുന്നു മലയാള മാസം ചിങ്ങം 1 നിസാർ എന്ന ഡയറക്ടർ. ആ ഒരു 90s ഒരുപാട് ലോ ബഡ്ജറ്റ് സിനിമകൾ ദിലീപിനെ വെച്ചും വിജയരാഘവനെ വെച്ചൊക്കെ ഒരുപാട് സിനിമകൾ, കുറെ കുട്ടികളി സിനിമ, ത്രീമൻ ആർമി പോലത്തെയൊക്കെ ഒരുപാട് ഹിറ്റുകൾ ചെയ്തിട്ടാണ്. ഇതിൽ ശരിക്കും പ്രേംകുമാറാണ് നായകൻ. ദിലീപ് ഇതിൽ ഒരു വില്ലൻ റോളാണ്. ദിലീപിന് എനിക്ക് തോന്നുന്നു നല്ലൊരു ക്യാരക്ടറാണ്. ആ സമയത്ത് ദിലീപ് ചെയ്തതിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇതിൽ ബിജുമൻ ഒരു ഡോക്ടറുടെ റോളാണ്, ചെറിയൊരു ഭാഗമായിട്ടുള്ള ആ ഒരു സിനിമയിൽ. ദിലീപിന്റെ പ്രേംകുമാറാണ് ഇതിന്റെ പ്രധാനം, പക്ഷെ അവരുടെ കൂടെ ചെറിയൊരു ഭാഗമായിട്ടും ബിജുമൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ട സിനിമയാണ് കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ. അതൊന്ന് അത്യാവശ്യം ഒരു ബീസെന്റ് സീസന്റെ സ്റ്റോറി സിനിമയാണ്. ഞാൻ ആ സിനിമ കാസറ്റ് ഒക്കെ എടുത്താണ് കണ്ടിട്ടുള്ളത്. അതിൽ ജനാർദ്ദനാണ് കാഞ്ഞിരപ്പള്ളി കറിയാച്ചനായിട്ട്. ജനാർദ്ദന്റെ കുറെ മക്കളുണ്ട്. അതിൽ ഒരു ഇളയ മകനായിട്ട് പോലീസ് ഓഫീസർ SI ആയിട്ടാണ് ബിജുമനെ കുറെ കാലം മുമ്പ് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ. പിന്നെ ദില്ലിവാല രാജകുമാരൻ, അതാ 96 ഓണത്തിന് ഇറങ്ങിയ സിനിമയാണ്, സൂപ്പർ ഹിറ്റായ സിനിമയാണ്. അതിൽ ഒരു ടഫ് റോളാണ് ബിജു മേനന്റെ. അതില് ശരിക്കും ശ്രീവിദ്യ, നമ്മുടെ സിനിമ കണ്ടവർക്ക് അറിയാം. അതിൽ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പോ അതോ ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ടോ എന്തുകൊണ്ട് ബിജു മേനോൻ വരുന്നത്. അതായത് ബിജു മേനോന്റെ പേരും പറഞ്ഞാണ് ജയറാം ആ കൊട്ടാരത്തിൽ കയറി പറ്റുന്നതൊക്കെ. പക്ഷെ നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ബിജു മേനോൻ സിനിമയിൽ കിട്ടിയില്ല. നല്ലൊരു കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ് ആ സിനിമയിൽ. ബിജുമേനൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ബിജുവിനെ വരുമ്പോൾ ഒരു കയ്യടിയൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അടുത്ത സിനിമ മഹാത്മ, സുരേഷ് ഗോപി, ഷാജി കൈലാസ് ഹിറ്റ് കൂട്ടുകെട്ട സിനിമ. ടി ദാമോദറിന്റെ സ്ക്രിപ്റ്റ്. ആ സിനിമ പക്ഷെ തിയേറ്ററിൽ പരാജയമായിരുന്നു. പക്ഷെ പിന്നീട് യൂട്യൂബിലൊക്കെ നമ്മൾ ഇപ്പോഴും അതിന്റെ കുറെ സീൻസ് ഒക്കെ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് പരാജയമാവാൻ കാരണം അതിന്റെ ഒരു സ്ക്രിപ്റ്റ്. കാരണം ഒരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സ്ക്രിപ്റ്റും കുറെ കഥകൾ പറഞ്ഞിട്ട് ദാമോദറിന്റെ സ്ക്രിപ്റ്റ് പൊതുവെ അതുപോലെയാണ്. പക്ഷെ ഇതെന്തോ എവിടേക്കോ പാളിപ്പോരുന്നു. ഇതിൽ ബിജുമേന്റെ നല്ലൊരു ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. സുരേഷ് ഗോപിന്റെ ഒപ്പം നിൽക്കുന്ന
ഒരു ക്യാരക്ടർ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിലെ ഹൈവേ എന്ന സിനിമയിൽ അതൊന്ന് തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകരെന്നെ ഇതിൽ തെറ്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് വിജയരാഘവനാണ് അതിൽ കൂടെ നിൽക്കുന്നത്. പക്ഷെ ബിജു മേനോൻ അതിലൊരു വില്ലൻ ക്യാരക്ടറാണ്, ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അതെനിക്ക് തെറ്റുപറ്റിപ്പോയി തന്നെ. ഈ മഹാത്മ എത്തിക്കഴിഞ്ഞപ്പോൾ പക്ഷേ സുരേഷ് ഗോപി ഇതിൽ ബിജു മേനോൻ സുരേഷ് ഗോപിയുടെ കൂടെ തന്നെയുള്ള ക്യാരക്ടറാണ്. പിന്നെ ഒരു ഗണേഷിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ അതിൽ ബിജു മേനോനാണ് അതിൽ സുരേഷ് ഗോപിയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ. മഹാത്മ എന്ന തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും ബിജു മേനന് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം അതിനുശേഷം ഷാജി കൈലാസിന്റെ അസുരവംശം പോലത്തെ സിനിമകൾ, പിന്നീട് ശിവം പോലത്തെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഒരു തുടക്കം കാരണമായ ഒരു സിനിമ തന്നെ ആയിരിക്കാം മഹാത്മ. പിന്നൊരു സിനിമ മാൻ ഓഫ് ദി മാച്ച്. ആ സിനിമ ബിജു മേനോനും ഷിജു എന്ന നടനും, ഷിജുവും അതുപോലെ ബിജു മേനന്റെ പോലെ തന്നെ 95 മഴവിൽ കൂടാരം പോലത്തെ സിനിമയിലേക്ക് വരുന്നു. പിന്നീട് ഇഷ്ടമാണ് 100 വട്ടം സിനിമയിലെ നായകനാവുന്നു. അതല്ല, ആ ഒരു രണ്ടുപേരും ഏകദേശം ഒരേപോലെ കാണാനും ഒക്കെ അന്ന് വരുന്നു. ബിജു ഷിജു അവർ രണ്ടുപേരും ഒന്നിക്കുന്നു. മാൻ ഓഫ് ദി മാച്ച് അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. വാണിവിഷ്ണു ഒരു നായിക. ഇതിൽ ഓർഫനേജിൽ വളർന്ന 2 പേര്, അതിൽ 2 ബ്രദേഴ്സ് ആണ്, സുഹൃത്തുക്കളാണ്. 2 പേര് വളരുന്നു. അതിനുശേഷം അതിൽ ഒരാൾ പോലീസ് ഓഫീസറാണ്, ഒരാൾ ഗുണ്ടയായി മാറുന്നു. അങ്ങനെ എന്തൊരു കഥയാണ് അത് എന്ന് പറയുന്നത്. നല്ലൊരു മാസ് മസാലയ്ക്കുള്ള ഒരു കഥയാണ്. പക്ഷെ തിയേറ്ററിലെ സിനിമ പരാജയമായിരുന്നു. അതൊന്ന് വിജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ബിജു മേനന് ഒരു നായകൻ എന്ന രീതിയിൽ അന്നേ ഒരു ഗ്രോത്ത് കിട്ടിയേനെ. അടുത്തത് 2 പ്രധാനപ്പെട്ട സിനിമകൾ 96 ക്രിസ്മസിന് ഇറങ്ങിയതാണ്. ഈ 2ലും ബിജു മേനൻ അല്ല നായകൻ, പക്ഷെ ബിജു മേനൻ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒന്ന് ഈ വഴിയും കടന്ന് കമലിന്റെ, നേരത്തെ പറഞ്ഞ പോലെ അഴകിരാമനിൽ തുടങ്ങിയ കമലിനായിട്ടുള്ള ഒരു കൂട്ടിട്ട്, അതിൽ ദിലീപും ബിജു മേനോനും പിന്നെ സുധീഷും. കാരണം ഇവര് 3 പേരുമാണല്ലോ അതിലെ ആ സഹോദരിമാരെ വിവാഹം കഴിക്കുന്ന ആ ക്യാരക്ടേഴ്സ്. ദിലീപാണ് നായകൻ. അതിൽ നല്ലൊരു ക്യാരക്ടർ, ഒരു നമ്പൂതിരിയായിട്ടുള്ള ഒരു പൂജാരിയായിട്ടുള്ള ഒരു ക്യാരക്ടർ. ബിജു മേനോൻ നല്ലൊരു സോങ് കിട്ടിയിട്ടുണ്ട് അതിൽ മോഹിനിയുടെ കൂടെ. നല്ലൊരു സിനിമ തന്നെയായിരുന്നു. സിനിമ വിജയിച്ച സിനിമയായിരുന്നു. പിന്നെ മറ്റൊരു സിനിമ ഉദ്യാനപാലകൻ. അതാ വിഷു ആ ക്രിസ്മസ് സീസണിൽ ഇറങ്ങിയ സിനിമ. ഈ വഴിയും കടന്ന്, കളിവീട്, ഉദ്യാനപാലകൻ അന്ന് വലുതായിട്ട് വിജയിച്ചില്ല. ലോഹിദാസിന്റെ സ്ക്രിപ്റ്റ് ആണ്. ഹരികുമാർ, സുഹൃതം പോലത്തെ നല്ല സിനിമകൾ ചെയ്ത ഹരികുമാർ. അതിൽ മമ്മൂട്ടി നായകൻ, കാവേരി നായിക, കലാപരിമണി നല്ലൊരു റോളാണ്. ബിജു മേനൻ അതില് ഈ കാവേരിയുടെ ഒരു കമ്മോർച്ചർക്കനായിട്ട് അവസാനം വരുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല ഒരു ക്യാരക്ടറാണ്. എനിക്കിപ്പോഴും ഓർമ്മ അതിലെ ക്ലൈമാക്സിൽ ബിജു മേനൻ മമ്മൂട്ടി ആയിട്ടുള്ള ഒരു സീൻ ഉണ്ട്. അതിൽ ബിജു മേനൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ബിജു മേനന്റെ. അപ്പോൾ ഇത്രയും സിനിമകളാണ് ബിജു മേനന്റെ 96 എന്ന് പറഞ്ഞ വർഷം ചെയ്തത്. ഇതിൽ ഭൂരിഭാഗം സിനിമകളും വിജയിച്ചു. നായകൻ അല്ലെങ്കിൽ കൂടി നല്ല ക്യാരക്ടർ റോളുകളുടെ ഭാഗമായി അഴകിരാമൻ ഗുണം ചെയ്തിട്ടുണ്ട്. ഈ വഴിയും കടന്ന് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാൻ ഓഫ് ദി മാച്ച് എന്ന സിനിമ അന്ന് വിജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള മൂഡിൽ അന്നേ ബിജു മേനൻ പോകുമായിരുന്നു. ബിജു മേനൻ ഒരിക്കലും അന്നൊന്നും അങ്ങനെ ഒരു ആക്ഷൻ പരിവേഷത്തിലുള്ള സിനിമകൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുള്ളൂ ബിജു മേനൊക്കെ ആ കാലഘട്ടത്തിൽ. ഇന്നും എനിക്ക് തോന്നുന്നു ബിജു മേനൻ അങ്ങനെ ഒരു ആക്ഷനോട് അയ്യപ്പനും ഘോഷിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് വേറൊരു, അപ്പോഴേക്കൊക്കെ പീക്കായി ബിജു മേനന്റെ. പക്ഷെ ആ സമയത്ത് അന്ന് എന്തോ അത് സംഭവിച്ചില്ല. ചിലപ്പോൾ നല്ലതിനായിരിക്കാം. എന്തായാലും ഇത്രയും സിനിമകൾ നിങ്ങളൊന്ന് തിയേറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ബിജുമാന്റെ പെർഫോമൻസിനെ കുറിച്ചും ബിജുമാന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയാം. ഇതിൽ എന്റെ ഫേവറേറ്റ് അഴകിയ രാവണനും അതുപോലെ തന്നെ ഈ വഴിയും കടന്നൊക്കെ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് നമ്മോട് കമന്റ് ചെയ്യാം.